ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ദോശ റൈസ് നല്ലോണം കുതിർത്ത് ക്ലീൻ ചെയ്ത് വെള്ളം വാർന്നെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ലോണം വാലാൻ വെക്കാം കേട്ടോ. വെള്ളം ഒട്ടും ഉണ്ടാകരുത്, അല്ലെങ്കിൽ നമ്മൾ അരക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകും. ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ 350 ഗ്രാം ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക, ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് വേണം നമ്മൾ അരച്ചെടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ചൂടോടെ ചേർത്ത് കൊടുക്കരുത്. ഇനി ഒരു ബ്ലെൻഡറിലോട്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പയിൽ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇത് ചെറുതായിട്ട് ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ചൂടോടെ ചേർത്ത് കൊടുക്കുമ്പോൾ മുടിയൊക്കെ പുറത്ത് വരും. ചൂടോടെ ഒരിക്കലും ബ്ലെൻഡ് ചെയ്തെടുക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ടൊരു 2-3 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിയാണെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫുള്ളായിട്ടുള്ള ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതാദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മഷി പോലെ അരച്ചെടുക്കണമെന്നില്ല, ചെറിയൊരു തരിയൊക്കെ വേണം. അങ്ങനെയാണ് സാധാരണ അരച്ചെടുക്കാറ്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ നോർമൽ അവിലാണ്. അപ്പോൾ 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കദളിപ്പഴം. അപ്പോൾ ചെറിയ കദളിപ്പഴം ആയതുകൊണ്ട് ഞാൻ 2 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ കദളിപ്പഴമൊക്കെ ആണെങ്കിൽ 1.5 ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചെറുതായത് കൊണ്ട് മാത്രം 2 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ 1/4 കപ്പായിരുന്നു ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ വീണ്ടും 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം മെഷർമെൻറ്റ് കപ്പിലാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. പിന്നെ നിങ്ങൾക്ക് ഒറ്റ ഇതിൽ അരച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പഴവും അതുപോലെ അവിലും സെപ്പറേറ്റ് അരച്ചെടുത്താലും മതി. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 5 അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറോളം ഇത് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മൾ ഇഡലി മാവ് അതുപോലെ നമ്മുടെ നെയ്യപ്പം ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ. അപ്പോൾ ഇതിന് മൂടി വെച്ചിട്ട് ഒരു 5-6 മണിക്കൂറോളം, നമുക്ക് വൈകിട്ടൊക്കെ ആണെങ്കിൽ രാവിലെ ഒന്ന് ഇതുപോലെ അരച്ച് വെച്ചാൽ മതി. അപ്പം മൂടി വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് 6 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് തിക്കായിട്ട് പോലെയൊക്കെ നമുക്ക് തോന്നും, പക്ഷെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഓക്കെ ആവുന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് അതുപോലെ അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ചെറുതായിട്ട് ക്രഷ് ചെയ്തത്, പിന്നെ ചെറിയ ഉള്ളി, ഇതൊക്കെ ഒന്ന് നെയ്യിൽ വഴറ്റിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ഡയറക്റ്റ് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. പിന്നെ നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള ഉണ്ണിയപ്പ ചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ചൂടായ ശേഷം ഇതിൻ്റെ അകത്തിങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഫുള്ള് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഇതിൻ്റെ അകത്ത് മാത്രമായിട്ടല്ല, കുറച്ച് പുറത്തോട്ടൊക്കെ വരുന്ന രീതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ചൂടായ ശേഷം നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് മാവ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഈ ഒരു കുഴിക്കകത്ത് മാവ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണ്ട, ഒരു 1/4 ഭാഗം മാത്രമേ ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ അത് പിന്നീട് പൊങ്ങി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഒരു ഭാഗം ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടത് ഇതിൻ്റെ അടിഭാഗം ചെറുതായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്നും തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ, ബ്രൗൺ കളർ ആകുമ്പോൾ. അപ്പോൾ ഞാൻ ഫുള്ള് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി ഒന്ന് ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റാം. ഇപ്പോൾ മറ്റേ സൈഡും കൂടി ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിലോട്ട് ആക്കാം കേട്ടോ.
അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്കിനി 2 പ്രാവശ്യം കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്